ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി വാഴയ്ക്ക കൂമ്പ് തോരനാണ്. അത് തോരൻ വെക്കുമ്പോൾ കയ്പ്പ് കാണാതിരിക്കാൻ വേണ്ടി കുറച്ച് തൈര് വെള്ളത്തിൽ നമ്മളത് ചെറുതായി കൊത്തിയരിഞ്ഞിട്ടതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്ത് ഒരു 2 നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം കുക്ക് ചെയ്യുകയാണെങ്കിൽ കയ്പ്പ് കാണുകയില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നമുക്കിനി കുക്കിങ്ങിലോട്ട് പോകാം. വാഴക്കൂമ്പ് തോരനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു വാഴക്കൂമ്പ് കുഞ്ഞായി കൊത്തിയരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്, ഒരു അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, കുറച്ച് ഉഴുന്ന്, കടുക്, വെളിച്ചെണ്ണ, വറ്റൽമുളക്, കറിവേപ്പില, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ചുവന്ന മുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ചെറിയ വെളുത്തുള്ളി ചതച്ചത്. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകവും ചേർത്ത് ഒന്ന് തിരുമയാണ്. ഇത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയാൽ മതി. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇടുകയാണ്. അതിനോടൊപ്പം തന്നെ ഉഴുന്നും കൂടെ ചേർക്കുകയാണ്. നമ്മൾ ഈ തോരനിൽ പച്ചമുളകും ഉള്ളിയും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇതൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പച്ചമുളകും കൂടെ ചേർക്കുകയാണ്. ഇവിടെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഞാനിതിൽ ചേർക്കുകയാണ്. തിരുമ്മി വെച്ച തേങ്ങയും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ ചതച്ച തേങ്ങയും പൊടികളുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിൽ ഞാനിവിടെ കൊത്തി വെച്ചിരിക്കുന്ന വാഴയ്ക്ക കൂമ്പ് കൂടെ ചേർക്കുകയാണ്. അത് നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം, അല്ലെങ്കിൽ മൂട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർക്കുകയാണ്. എണ്ണ നിങ്ങൾ നോക്കുക, അത് വാഴക്കൂമ്പിൻ്റെ സൈസ് അനുസരിച്ചാണ്. ഇത് വളരെ വലുതല്ല, അതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ രീതിയിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണയായിരിക്കും കുറച്ചും കൂടെ രുചിയായിരിക്കുന്നത്. വാഴക്കൂമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തോരൻ വയ്ക്കുമ്പോൾ കൂടുതൽ നേരിട്ട് വഴറ്റാറില്ല. ഇതിൻ്റെ നമുക്കൊരു ചെറിയൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ഇതിലെ ടേസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുപോലെ ഇതിനിടയ്ക്ക് ചിലപ്പോൾ നമുക്ക് കുറച്ച് എണ്ണയുടെ ആവശ്യം വരുകയാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത്, ഇതിൽ വെള്ളം ചേർക്കാറില്ല. നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രമാകുമ്പോൾ ചിലപ്പോൾ മൂട്ടിൽ പിടിക്കുമെന്നുണ്ടെങ്കിൽ ശകലം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക, അല്ലാതെ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇളക്കാറില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. നന്ദി, നമസ്കാരം.